three of us can understand Malayalam, can speak in Malayalam, Anand cannot. So we'll do it both in Malayalam and English. നമ്മൾ മലയാളി ജേർണലിസ്റ്റുകൾക്കിടയിൽ ഒരു പെഗാസസ് ഫോണിലുണ്ടായിരിക്കുക എന്ന് പറയുന്ന ഒരു അവാർഡ് നേടിയിട്ടുള്ള രണ്ട് ജേർണലിസ്റ്റുകളാണ്. ഒരു ജേർണലിസ്റ്റാണ് രവി നായർ. Anand also has Pegasus in his phone. It's been found out. Not now. Yeah, it's not found. I hope not now. Yeah. So, but they are suspecting. So, you know, they are award-winning journalists in that way. Shahina, as you all know, നമ്മളെ നാട്ടിൽ നിന്നും എത്രയോ ഉയരത്തിലുള്ള ഒരു അവാർഡ്, ഒരു വലിയൊരു അവാർഡ് അമേരിക്കനിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, NIA-യുടെ ഒരു കേസുണ്ട്. I kind of see all these things as awards. And also, I wanted to highlight this thing, you know, the Financial Times. Financial Times എന്ന പത്രം എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പുറമേ നിന്നുള്ളൊരു ബ്യൂറോ വർക്കിന് പുറമേ ഉള്ളൊരു ആൾക്കാരുടെ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നൊരു പത്രമില്ല. പക്ഷേ അവരൊരു ഫുൾ പേജ് സ്റ്റോറി അവരുടെ ബ്യൂറോ അല്ലാത്ത ഒരാൾ ചെയ്ത ഒരു സ്റ്റോറി ഈ അടുത്ത് പബ്ലിഷ് ചെയ്തത് അദനി ഗ്രൂപ്പിനെതിരെ വന്നിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അത് രവിയുടെയും ഈ പറയുന്ന OCCRP എന്ന് പറയുന്ന രവിയുടെ സംഘടനയുടെയും സ്റ്റോറിയാണ്. So I'll start with Ravi. ഇപ്പോൾ ഈ ഓഡിയൻസിൽ ആ സ്റ്റോറിയുടെ ബിറ്റ്സ് ആൻഡ് പീസസ് ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. അതെനിക്കെതിരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് വർക്കിൻ്റെ. പക്ഷെ അതിൻ്റെ ഒരു അതിനൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്തായിരുന്നു ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ യുവർ ഫൈൻഡിങ്സ്? അഡാനി ഗ്രൂപ്പിൻ്റെ ഏകദേശം 10 കമ്പനികൾ ഇന്ത്യയിൽ ലിസ്റ്റഡ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്, അതായത് കമ്പനിയുടെ ഓണേഴ്സിന്, കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണേഴ്സിന് 75% മേലെ, 75% മേലെ അവരുടെ സ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അഡാനി ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട്, അതിൽ കുറേ ഇതുണ്ടായിരുന്നു. എവിഡൻസസ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ അവർ അതിനുള്ള സാധ്യതകൾ ഉണ്ട്, അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. കുറേ നമ്മളുടെ തെളിവുകൾ വരികയും ചെയ്തു. പക്ഷേ അത് ഒതൻറ്റിക്കേറ്റ് ചെയ്യാണ്ട് പുറത്തുവിടാൻ പറ്റില്ല എന്നുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അഡാനി ഗ്രൂപ്പ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? 2015 വരെ നോക്കുകയാണെങ്കിൽ 2014 അഡാനി ഗ്രൂപ്പിൻ്റെ 3 കമ്പനികളാണ് ലിസ്റ്റഡ് ഉണ്ടായിരുന്നത്. 2015 ആകുമ്പോഴേക്കും 4 കമ്പനികൾ ലിസ്റ്റഡായി. ഇവർ അഡാനി ഗ്രൂപ്പിൻ്റെ അസോസിയേറ്റ്സിനെ വെച്ചിട്ട് ദുബൈയിലും തായ്വാനിലുമുള്ള 2 അസോസിയേറ്റ്സ്, ഒരാൾ തായ്വാനീസിൻ്റെ പേര് ചാങ് ചുങ് ലിങ്, ആൻഡ് ദുബൈയിലുള്ളത് നാസർ അലി ഷാബാൻ ആലി. ഇവരെ വെച്ചിട്ട് അഡാനി ഗ്രൂപ്പ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ഷെൽ കമ്പനീസ്. അപ്പോൾ ഈ അഡാനി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഗൗതം അഡാനിയാണ്. ഈ ഗൗതം അഡാനിക്ക് ഒരു എൽഡർ ബ്രദർ ഉണ്ട്, വിനോദ് അഡാനി. നോർമലി ഹീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ എലൂസീവ് ഫിഗർ. പുള്ളിയെ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഒന്നും കാണില്ല. വിനോദ് അഡാനിയെ പറ്റി നമ്മൾ വല്ലതും വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ അഡ്വർട്ടോറിയൽ ഉണ്ടല്ലോ, കാശ് കൊടുത്ത് എഴുതിപ്പിച്ച വിനോദ് അഡാനിയെ പൊക്കി പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ 2-3 ആർട്ടിക്കിൾ പഴയതാണ്. അതും റൈറ്റ് വിങ് സപ്പോർട്ടീവായിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റ് പോലുള്ള പോർട്ടൽസിൽ കാണാൻ പറ്റും. അതല്ലാതെ വിനോദ് അഡാനിയെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ നമ്മൾ ഈ അഡാനി ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ സ്റ്റേക്സ് നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനിയിലും വിനോദ് അഡാനി ഉണ്ട്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വിനോദ് അഡാനിക്കാണ് ഈ കമ്പനികളിൽ കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്, അഡാനി ഗ്രൂപ്പിനകത്ത് തന്നെ. അയാളുടെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള ചാങ് ചുങ് ലിങ്ങിനെയും നാസർ അലി ഷാബാൻ അലിയെയും വെച്ചിട്ട് മൗറീഷ്യസ് വഴി, മൗറീഷ്യസ്, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, കുരക്കാവോ, ബഹാമാസ്, ഈവൻ UAE അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഷെൽ കമ്പനീസ് ഉണ്ടാക്കിയിട്ട്, ഷെൽ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടാവും, പക്ഷേ ആ കമ്പനി പേപ്പറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ശരിക്കും ഒരു ഓഫീസൊന്നും ഉണ്ടാവില്ല, എംപ്ലോയീസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ കമ്പനി. കമ്പനി ഈസ് രജിസ്റ്റേർഡ്, സോ ഇറ്റ്സ് എ കമ്പനി. ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടാവില്ല കമ്പനിക്ക്. അങ്ങനെയുള്ള കമ്പനികൾ വെച്ചിട്ട്
ഫണ്ടുകളിൽ FPIs എന്ന് പറയും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ FPIs എങ്ങനെ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ, ഒരു ഫണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ വലിയ കാശുകാരുടെ അടുത്ത് നിന്ന് ഈ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നിന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ മണി പൂളിൻ ചെയ്യും. പൂളിൻ ചെയ്ത മണി ഇവർ സെക്യൂരിറ്റീസിലോ ഫ്യൂച്ചേഴ്സിലോ സ്ക്രിപ്സിലോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. ലിസ്റ്റഡ് കമ്പനികളുടെ ഷെയർസിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. സോ നോർമലി അങ്ങനെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ടുകളുടെ കോൺസെൻട്രേഷൻ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ മാത്രമായിരിക്കില്ല. അപ്പോൾ നമ്മൾ അഡാനി ഗ്രൂപ്പിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 ഫണ്ടുകളുണ്ട്. 2010 മുതലുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 ഫണ്ടുകളുണ്ട്. അവരുടെ 89% to 98% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് കോൺസെൻട്രേറ്റഡ് ഓൺ അഡാനി ഗ്രൂപ്പ്. അതിനെപ്പറ്റിയാണ് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ഫണ്ടുകൾ, എമർജിങ് ഇന്ത്യ ഫോക്കസ് ഫണ്ട് ആൻഡ് EM റീസർച്ച് ആൻഡ് ഫണ്ട്, ഈ ഫണ്ടുകളിലെ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ നാസർ അലി ഷാബാൻ അലിയുടെയും ചാങ് ചുങ്ലിങ്ങിൻ്റെയാണ്. ഈ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡാനി കമ്പനികളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു കമ്പനികളിലും ഈ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ നാസർ അലി ഷാബാൻ അലിയുടെ ഷെൽ കമ്പനീസ് അഡാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് വിനോദ് അഡാനി ചാർജ്ഡ് commission, I mean we can say commission, the technical word they used is advisory fee from these funds, and that also goes up to millions. So adana nammal purathukonduvanna storyയുടെ crux. In a way they are artificial ആയിട്ട് ഇതിന്റെ സ്റ്റോക്ക് പ്രൈസ് കൂട്ടുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ അതിന് ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിന്റെ സ്റ്റോക്ക് പ്രൈസ് കൂട്ടുന്നു. അതായത് ഇപ്പോൾ 75% പ്രൊമോട്ടർ സ്റ്റേക്ക് ആണെങ്കിൽ 25% ഫ്രീ ഫ്ലോട്ട് എന്നാണ് പറയുക അതിന്. ഫ്രീ ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്കറ്റിലുള്ള മറ്റുള്ളവർക്ക്, ഇപ്പോൾ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വാങ്ങിക്കാൻ ആ ഷെയർസ് അവിടെ ഉണ്ടാവണം. ഇപ്പോൾ അഡാനി ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ 8-10 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് were holding anywhere between 12.5 to 22% stake. അപ്പോൾ ഇതിൽ പലതും അഡാനി ഗ്രൂപ്പിൻ്റെ തന്നെ പൈസയാണെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറഞ്ഞത്. അതിൽ 2 നമ്മളെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇഫ് ദിസ് ഈസ് ട്രൂ, അഡാനി ഗ്രൂപ്പ് ഈസ് ഇൻ വയലേഷൻ ഓഫ് മാർക്കറ്റ് റെഗുലേഷൻ. അതായത് പ്രൊമോട്ടർ ഹോൾഡിങ്സിന് ഉള്ള റെഗുലേഷൻ സെക്ഷൻ 19A അതിൻ്റെ വയലേഷനാണ്. അപ്പോൾ അതിൻ്റെ വയലേഷൻ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെബിക്ക് വേണമെങ്കിൽ കമ്പനി ഡീലിസ്റ്റ് ചെയ്യാൻ പറയാം. അതൊന്ന്. 2, ഇങ്ങനെ ഷെയർസിൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയർസ് കുറയുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് അതിൻ്റെ ഷെയർ പ്രൈസ് കൂടും, ദ വാല്യൂ ഓഫ് ഷെയർസ് കൂടും. ഷെയർ പ്രൈസ് അങ്ങനെ കൂടിക്കഴിയുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നും, അയ്യോ ഇത് എന്തൊരു മൂട്ടൻ കമ്പനിയാണ്, വലിയ കമ്പനി. പക്ഷേ ആക്ച്വലി എന്താണ്, അതാണ് ഇഷ്യൂ. കണക്കിലെ കളികൾ. Anand, I wanted to ask you something. You know, there's an interesting team at OCCRP. Like in my knowledge, there's no journalist in India who is officially designated as, you know, a journalist who is investigative journalist, or, you know, guy who is investigating complex crimes. Journalists usually what they do is they do a lot of stuff and they also do some investigative work on the side. But you have set up an entire team over OCCRP just to investigate complex crimes. And what is all we see is the event, all we see is the end result. What is the process behind this thing? What does it take? Like, do you have a checks and balance system? How many people do you employ? How many cases you deal with? What is the, you know, the merit of for you to take up a case? So, as you said, that most journalists are doing normal stories also, and then they try and pursue some investigations. The problem, I think, in India is majorly funding, because, so for this story, Adani story, we have been working for at least 1.5 years. Of course, there are other stories parallelly we are working on, but the main focus is on one story, which we want to try and complete the investigation. So that takes 1.5 years, and majority of your time you're spending on these stories. So that
requires a persistent funding, persistent support in terms of, and a lot of patience from editors and people who are waiting for you to complete the investigation in 1.5 years. I think that kind of patience, because the shortage of funds, and because even journalists also want to see their bylines regularly and their reports coming out sooner, this takes more effort, more time, and also, again, I mean, I think it will boil down to majorly funding and the will to do it. So now with OCCRP, they have some grants which focuses only on organized crime, organized corruption, cross-border crimes, cross-border corruption. So with that in mind, they have set up an organization which looks only in this. So they understand that one story will take at least a year. It might take 1.5 years. So they have that kind of patience, and the support continues when you're doing that work. You said, just to follow up on that, you said this thing about, it takes 1.5 years for you to write from the ideation to the publishing of a story. Please give us a little bit insight into what happened, what exactly happens in these 1.5 years, about the sourcing, about the checks. You have to verify this thing. You have to safeguard the journalist. No, so not necessarily 1.5 years for every story, but so for example, the Adani story, so we decided one day that, okay, this is a group we need to look into. So when we started mapping Adani's companies all across the world, it was like, we had a headache every day. There were like 2,000, 3,000 companies registered globally. Then we started looking into, we wanted to narrow down on how we look into stories. So we started looking into government agencies-led investigations into the Adani group of fraud. So among them, there are 3-4 very strong investigations where, and the documents are public. Majority, there's this thing called show cause notice, which is a charge sheet. So there are a couple of intelligence agencies of the government which deal into revenue intelligence and customs and other stuff. Their cases, when they go to Supreme Court or High Court, those documents are public. So if you read that document itself, you will figure out that this is a very solid case. They have clearly found all the evidence, and still the case doesn't go through. Adani gets a clean chit most of the times in all these cases. So that became the base of our investigation, that if this is such a strong investigation, then we should pursue it. So that, I think that process took at least 4-5 months to get all the documents, verify the documents, and figure out what the story, what fraud they had committed. And then the second part, to track money where it went. And fact-checking of it. I mean, we finished the story, and 3 months it took to fact-check every line. So if I say I'm 36, they'll ask me for my birth certificate. It just doesn't matter. If my mother comes and tells I'm 36, it doesn't matter. You need a documented proof. So it took us 3 months to go back and forth for every line verifying the story. More than that, I mean, fact check came later. We took almost 1.5 months to make the story and the importance of it to understand. I mean, we took that much time to make it understand to our editors at OCCRP. Because it was so complex, the story, and it was very complex. And the method, what they have followed was very, the people who did this financial crime, how they managed to do it is very complex with a lot of layers of companies. അത് നമ്മൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളൊരു 1.5 മാസം എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് പോയത്. അതിൻ്റെ ഫാക്ട് ചെക്കിങ് എഡിറ്റിംഗ് ഒരു 3-3.5 മാസം പിന്നെ എടുത്തു. Shahina, I mean, 3-3.5 മാസം സ്റ്റോറി മനസ്സിലാക്കാൻ, 6 മാസം മുതൽ 1.5 വർഷം വരെ സ്റ്റോറി പണിയെടുക്കാൻ, 3-3.5 മാസം ഫാക്ട് ചെക്ക് ചെയ്യാൻ, നമ്മളൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമാണ് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു ജേർണലിസ്റ്റ്. അല്ല, നമ്മളെ രണ്ടുപേരും അതിൽ കൂട്ടണ്ട. ഞാൻ പറയുന്നത് I പൊതുവെ know how much time you take for doing one story. But still, You took around 1.5 years or more than that for doing this story on this Ripper Jayanandan. I know that. So, yeah, it's all about journalism, what's happening in India. ഈ സെഷൻ ശരിക്കും ഇവിടെ വന്നിരുന്ന് കേൾക്കേണ്ടത് ഇവിടുത്തെ പബ്ലിക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Journalists have to come and listen to these two people. എൻ്റെ സ്റ്റോറി ഇവിടെ ഇറ്റ്സ് ഓവർ റിട്ടൺ, ഓവർ സെഡ്, എവറിബഡി നോസ് ഇറ്റ്. സോ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. സോ ഈ കുറച്ച് സമയം I really don't want to talk about myself because this is Kozhikode. Everybody knows me and everybody knows my story. But still, just one thing, even yesterday, I came from Bangalore. അവിടുന്ന് ട്രെയിനൊന്നും ഒരു ട്രെയിനും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് വന്നു.
ഫ്ലൈറ്റ് പിടിച്ച് വരാൻ കാശുണ്ടായിട്ടല്ല, ഫ്ലൈറ്റ് എടുത്ത് വന്നു. കാരണം ഇന്നലെ എനിക്ക് അവിടെ ഉണ്ടായേ പറ്റൂ. എൻ്റെ കേസ് NIA കോടതിയിൽ ഇന്നലെ I had to appear. So it's non-negotiable. I had to appear, whatever happens. So I just wanted to tell you that I have been fighting this case for the last 13 years. And still it just started. The trial is in the very beginning stage. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. What I all wanted to tell you, the whole day yesterday I was in the court. ഒരു ഫുൾ ഡേ ഞാൻ കോടതിയിലായിരുന്നു. അത് ശരിക്കും രാവിലെ വളരെ പെട്ടെന്ന് തീരേണ്ട ഒരു പ്രൊസീജിയറാണ്. നമ്മൾ കേസ് വിളിക്കുന്നു, നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു, വിറ്റ്നസസിന് സമൻസ് അയക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡിഡിൻറ്റ് അപ്പിയർ അറ്റ് ഓൾ. പബ്ലിക് പ്രോസിക്യൂട്ടർ വൈകുന്നേരം 3:30-ക്കാണ് വന്നത്. അതുവരെ I was asked to be there in the court. So ഞാൻ പറയാൻ ശ്രമിക്കുന്നത് how much time it eats up എന്നുള്ളതാണ്. ഒരു ജേർണലിസ്റ്റിൻ്റെ ജീവിതത്തിൽ നിന്ന് എത്ര സമയമാണ് അത് എടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ജേർണലിസം ഇവിടെ ഇപ്പം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, ഇവർ രണ്ടുപേരും ചെയ്തൊരു വർക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പീപ്പിൾ വുഡ് അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ അടുത്ത് വന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നു, പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു ചാനൽ. ലൈക്ക് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് അഗേൻസ്റ്റ് ദ ചാനൽ ആസ് സച്ച്, ബട്ട് അവരൊരു സെല്ല് ലോഞ്ച് ചെയ്യുന്നു. അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റു നോക്കുന്നു. പക്ഷെ അതിനകത്ത് വരുന്ന സ്റ്റോറികൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയ പൊളിച്ചെടുക്കുന്നു. അപ്പം ഈ പറയുന്ന ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വിത്ത് കോൺസിക്വൻസസ്, അതിനെയൊന്നും നമ്മളെ നാട്ടിൽ നടക്കുന്ന ജേർണലിസവുമായിട്ടൊന്ന് കോൺട്രാസ്റ്റ് ചെയ്യാമോ? ബിക്കോസ് യു ആർ എ ക്ലോസ് ഒബ്സർവർ ഓഫ് how journalism works. Yeah, of course. See, how many people know them? How many people know Anand and how many people know Ravi Nair and how many people know the work they had done? ഇവർ ചെയ്ത വർക്ക് നമുക്ക് എത്ര പേർക്ക് അറിയാം? നമ്മൾ എത്ര പേരത് വായിച്ചു? അല്ലെങ്കിൽ ഹൗ മച്ച് വി ആർ റെഡി ടു സപ്പോർട്ട് സച്ച് ജേർണലിസ്റ്റ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞിട്ട് വരുന്ന, ഇപ്പോൾ നിതീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റോറി, ഒരു ചാനലിൽ ഒരു സ്റ്റോറി വരുന്നു, ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റോറി ചെയ്യുക. വിതിൻ എ ഫ്യൂ അവേഴ്സ് അത് പൊളിയും, ആ സ്റ്റോറി പൊളിയും. പിന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, കംപ്ലീറ്റ്ലി വൺ സൈഡഡ് ആണ് ഈ സ്റ്റോറികൾ. അതായത് ഇപ്പോൾ സംബഡി ഈസ് ബ്രിങ്ങിങ് അപ്പ് എ സ്റ്റോറി ഓൺ അഗെയിൻസ്റ്റ് സം മിനിസ്റ്റർ ഓർ സം MLA ഓർ സം പൊളിറ്റീഷ്യൻ ഓർ whoever, but they don't carry the version at all, which is something very basic about journalism. ജേർണലിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു തത്വമാണ്. നിങ്ങൾ എഴുതുന്നത് ആരെക്കുറിച്ചാണെങ്കിലും, നിങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാണെങ്കിലും, നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു യുവർ സ്റ്റോറി ബേസ്ഡ് ഓൺ ദോസ് ഡോക്യുമെൻറ്റ്സ്. അതർവൈസ് ഇഫ് ഇറ്റ്സ് എൻ അലിഗേഷൻ യു ഹാവ് ടു ടോക്ക് ടു ദം. ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരാൾക്കെതിരെ ഒരു വലിയ ഇൻവെസ്റ്റിഗേഷനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്കെതിരെ ഒരു സ്റ്റോറി വരും. തൊട്ടടുത്ത നിമിഷം അത് തെറ്റാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് പുറത്തു വരും. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണം, നമ്മളിങ്ങനെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ ചാനലുകളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഐ തിങ്ക് എവറിത്തിങ് ഇസ് ദ സെയിം. ലൈക്ക് ഇതൊരു സിസ്റ്റമിക് എററാണ്. ഐ ഡോണ്ട് തിങ്ക് ജേർണലിസ്റ്റുകൾക്ക്, ഇപ്പോൾ ഫീൽഡിലുള്ള ടെലിവിഷൻ റിപ്പോർട്ടർമാരാകട്ടെ ആരോട്ടെ, അവർക്കൊക്കെ ഇതാണ് ചെയ്യാൻ ആഗ്രഹമെന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല നിതീഷ്. ഇപ്പോൾ ഇവിടെ ടെലിവിഷൻ റിപ്പോർട്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലും നമുക്കറിയാം, അവർക്ക് ഇവിടെ വന്ന് വെറുതെ KLF കവർ ചെയ്ത് ക്യാമറ വെച്ച് ഇവിടെ നിൽക്കാനാണോ ഇഷ്ടം? അതോ അവർക്ക് കുറേ കൂടി കാമ്പുള്ള, കുറേ കൂടി ഡീപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള, കുറേ കൂടി സീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റോറി ചെയ്യാനുള്ള സമയം കിട്ടലാണോ അവർക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് രണ്ടാമത് തന്നെയായിരിക്കും ആവശ്യം. അപ്പോൾ ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ ജേർണലിസ്റ്റുകളെ എല്ലാം ഈ തരത്തിൽ വെറും ബൈറ്റെടുപ്പുകാരായിട്ട് മാറ്റുകയും വെറും എന്താ പറയുക, ഇതൊരു വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആക്കി വാർത്തയെ മാറ്റുകയും ചെയ്തിട്ടുള്ളത് ഒരു സിസ്റ്റമാണ്, ഈ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ വി കാൺ ബ്ലെയിം ജേർണലിസ്റ്റ്. രവി, ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത്, ഈ ഹോണസ്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ കോൺസിക്വൻസ് ആണ്. ഐ മീൻ, വി ആർ ഓൺലി റീഡിങ് ഓർ വാച്ചിങ് ഓൺ ന്യൂസ് അബൌട്ട് പെഗാസസ്, ബട്ട് ഇറ്റ്സ് എ തിങ് ഇൻ യുവർ ഡെയിലി ലൈഫ്. അതൊരു പ്രശ്നമാണ്. ആ ഒരു കോൺസിക്വൻസിനെ പറ്റി പറയാം. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ സ്റ്റോറി ഉണ്ടായതിനു ശേഷമുള്ള കോൺസിക്വൻസ്. ആൻഡ് ഓൾസോ ഐ എം ക്യൂരിയസ് അബൌട്ട്, ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട് അബൌട്ട് ദിസ്?
എങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റ് അയാളുടെ ഫോണിൽ പെഗാസസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്? ആദ്യം തന്നെ പറയട്ടെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു ഞാനൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണെന്ന്. ഞാൻ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് അല്ല, ഐ എം പാർട്ട് ഓഫ് OCCRP. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടഫ് ജോബ്. കാരണം നമ്മളൊരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് എന്താണ് പുറത്തു വരിക എന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ പോകണമെന്നില്ല, ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരിക്കാം. അത് കുറേ മുമ്പിലെത്തുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വി ഹാവ് ടു ബി വെരി ഷുവർ ഓൺ വാട്ട് വി ആർ ഡൂയിങ്. 2, അതിന് കുറേ പേഷ്യൻസ് വേണം, പേഷ്യൻസും കോൺസെൻട്രേഷനും വേണം. 3, വി ഹാവ് ടു ഹാവ് എ വെരി കീൻ ഐ. ഇപ്പോൾ കുറേ ഡോക്യുമെൻ്റ് പബ്ലിക് ഡൊമൈനിലുണ്ട്, എല്ലാവരും വായിച്ചായിരിക്കും. അതിൽ മറ്റാരും കാണാത്തത് കണ്ടുപിടിക്കാനുള്ള ഒരു സൂക്ഷ്മത നമ്മൾക്ക് വേണം. ഇപ്പോൾ ഈ DRI ഡോക്യുമെൻ്റ്, ഇപ്പോൾ ആനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സ്, ഇതിൻ്റെ ഓർഡർ 2017 ഇതിൻ്റെ ഓർഡർ പുറത്തു വന്നതാണ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതാ പബ്ലിക് ഡൊമൈനിൽ സിസ്റ്റാറ്റിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. പക്ഷെ ആരും നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കുറേ പോയിന്റ്സ് അവിടെ നിന്ന് കിട്ടി, അതിൻ്റെ ബേസിക് പോയിന്റ്സ് അവിടെ നിന്നാണ് കിട്ടിയത്. പിന്നെയാണ് ഞങ്ങൾ ഡോക്യുമെൻറ്റ് സോഴ്സ് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവാത്തൊരു കാര്യം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയിലോ ചാനൽസിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ന്യൂസ് സൈക്കിൾ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അവർക്ക് ഓരോ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു സ്റ്റോറിയെങ്കിലും ചെയ്തിരിക്കണം, ശമ്പളം കൊടുക്കണതാണ്. അപ്പോൾ പല സമയത്തും നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് OCCRPയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ദേ നോ, ഐ മീൻ ദ ഓർഗനൈസേഷൻ വർക്ക്സ് ലൈക്ക് ദാറ്റ്. ബട്ട് അതർവൈസ് ബിഫോർ ദാറ്റ്, when we were not part of OCCRP, then also we were doing investigative journalism because I broke the Rafale story or Rafale scam inde adu njan porthu kondu vannappo I was independent then, right? മാസങ്ങളെടുക്കും. നമ്മളൊരു സ്റ്റോറി പബ്ലിഷ് ചെയ്താൽ നമ്മൾക്ക് 35,000-40,000 രൂപ മാക്സിമം കിട്ടും. ആ അത്രയും മാസത്തെ എഫേർട്സ് അതിന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ചിലവാക്കണ പൈസ അതൊന്നുമില്ല. എന്നിട്ട് നമ്മളത് കൊണ്ടുപോകുന്നത് ആ ഒരു പാഷൻ കൊണ്ടാണ്. പിന്നെ അതിൻ്റെ പുറകെ വരുന്ന കോൺസിക്വൻസസ്. ഇപ്പം ഈ അവസാനത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം, എങ്ങനെയാണ് ഈ പെഗാസസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചെന്നുള്ളത്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ ഇഷ്യൂ സീരിയസ് ആണ്. OCCRPയുടെ ഈ സ്റ്റോറി പുറത്തു വന്നത് 31 ഓഗസ്റ്റിന്, കഴിഞ്ഞ വർഷം 2023 31 ഓഗസ്റ്റിനാണ് പുറത്തു വന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റോറി പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ചോദ്യങ്ങൾ അയക്കും. ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ കമ്പനിയിൽ, അല്ലെങ്കിൽ കമ്പനിയെ പറ്റി തന്നെ അല്ല, അപ്പോൾ ഒരാളുടെ സ്റ്റോറിയാണ് എന്താണെങ്കിലും. സോ വി യൂഷ്വലി സെൻഡ് എ ക്വസ്റ്റ്യൻ ടു റെലവൻറ്റ് പാർട്ടീസ്. അതിങ്ങനത്തെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം, അത് സത്യമാണോ അല്ലയോ, ഇതിൽ ഇന്ന ആൾക്കാർ ഇൻവോൾവ് ആണ്, ഈ കമ്പനികൾ ഇൻവോൾവ് ആണ്, ഇതിൽ ഇത്ര കോടി രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ തെളിവ്, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അങ്ങനെ ഒരു ലോങ് ക്വസ്റ്റ്യനെയർ നമ്മൾ അയക്കും. പലരും നമുക്ക് ഉത്തരം തരില്ല. ചിലവരത് റെഫ്യൂട്ട് ചെയ്തിട്ട് ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റോ വല്ലതും ഇറക്കും, ചിലവരൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. ആ ഓഗസ്റ്റ് 22 ക്വസ്റ്റ്യനെയർ അയച്ചു കഴിഞ്ഞിട്ട് ഇവൻ്റെ ഫോൺ ഭയങ്കര വിയേർഡാവാൻ തുടങ്ങി, ആനന്ദിൻ്റെ. അപ്പോൾ എന്താ നമുക്കന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തായിരുന്നു, അപ്പോൾ വി വർ ഔട്ട് ഓഫ് ഇന്ത്യ. സ്വീഡനിൽ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഇറ്റ്സ് ഓൺ സെപ്റ്റംബർ. അപ്പോൾ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ആയിരുന്നു, ഞാനും ആനന്ദും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സിറ്റിസൺ ലാബ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. 2019-20 കുറേ ജേർണലിസ്റ്റിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തക ഓപ്പോസിഷൻ ലീഡേഴ്സിൻ്റെയും ഈവൻ BJPയുടെ മിനിസ്റ്റേഴ്സിൻ്റെ MPസിൻ്റെ അടക്കം ഫോണിൽ പെഗാസസ് ഇട്ടു എന്നുള്ള ഇത് വന്നപ്പോൾ അതിൽ കുറേ പേരുടെ കണ്ടുപിടിച്ചത് സിറ്റിസൺ ലാബായിരുന്നു. ദേ ഡെവലപ്ഡ് ടെക്നോളജി ടു ഐഡൻറ്റിഫൈ ദാറ്റ്. സോ സിറ്റിസൺ ലാബിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ ഫോൺ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു സംശയം ഞങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്തു.
ഫോണിൻ്റെ ഡേറ്റ കൊടുത്തു. 2 ദിവസം കൊണ്ട് പറഞ്ഞു ഇവൻ്റെ ഫോണിൽ പെഗാസസ് ഉണ്ട്. 23-ാം തീയതി ഇൻസേർട്ട് ചെയ്തു. 22-ാം തീയതി അഡാനിക്ക് നമ്മൾ ചോദ്യാവലി അയച്ചു. 23-ാം തീയതി ഇവൻ്റെ ഫോണിൽ പെഗാസസ് കയറി. എൻ്റെ ഫോണിൽ കയറാൻ പറ്റിയില്ല, കാരണം ഈ ഐഫോണിലൊരു ലോക്ക്ഡൗൺ മോഡ് എന്നുകൊണ്ടൊരു സംഭവമുണ്ട്. അത് എൻ്റെ ഓണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോണിൽ അവർ കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 30-ന് രാത്രി 12 മണിക്ക് ആപ്പിളിൽ നിന്നൊരു മെയിൽ, ഒരു മെസ്സേജും, സ്റ്റേറ്റ് സ്പോൺസേർഡ് ആക്ടേഴ്സ് ആർ ട്രൈങ് ടു ഹാക്ക് യുവർ ഫോൺ ഓർ ഇൻഫെസ്റ്റ് യുവർ ഫോൺ വിത്ത് മാലീഷ്യസ് വൈറസ്. ഇറ്റ് ഈസ് ബിക്കോസ് ഹൂ യു ആർ ആൻഡ് വാട്ട് യു ഡു. അതായിരുന്നു മെസ്സേജ്. ഇന്ത്യയിലൊരു 21 പേർക്ക് കിട്ടി, 2 പേര് ഞങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ പൊളിറ്റീഷ്യൻസും വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. ഒരു 5 ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ, സർക്കാർ എന്തിനാ പത്രക്കാരെ പേടിക്കണേ? ഞങ്ങൾ 2 ചെറിയ ആൾക്കാർ OCCRP പോലെ ഒരു ഓർഗനൈസേഷനിൽ എന്താ പറയുക, മാസങ്ങളോളം പണിയെടുത്തിട്ട് ഒരു റിപ്പോർട്ട് അവരെ പബ്ലിഷ് ചെയ്യും. ഇനിയിപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുക. അടുത്ത റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ഞങ്ങൾ സ്റ്റോറീസ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. ഇപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അവരെ. ഇനി അവരത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഫാക്ട് ചെക്കിങ് തുടങ്ങും. എന്നിട്ടേ സ്റ്റോറി വരുള്ളൂ. അപ്പം ഞങ്ങളെപ്പോലുള്ള ഈ ചെറിയ പത്രക്കാരെ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാത്രമല്ല പത്രക്കാരെ, ഭരണത്തിലുള്ളവരെന്തിനാ പേടിക്കണേ? അതൊരു ചോദ്യം. ഉത്തരവില്ല. എനിക്കുത്തരവില്ല, ഞങ്ങൾക്ക് ഉത്തരവില്ല. അനദർ കോൺസിക്വൻസ്, ഒക്ടോബർ 16-ന് നമ്മുടെ പബ്ലിഷ് ചെയ്ത ഓഗസ്റ്റ് 31-ന്, ഒക്ടോബർ 16-ന് എനിക്കൊരു മെയിൽ വന്നു ഗുജറാത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ സെല്ലിന്. അഡാനിയുടെ കമ്പനിയിൽ ആരോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാളുടെ പൈസ പോയി. അപ്പോൾ ഞങ്ങളുടെ ആർട്ടിക്കിൾ വന്ന ശേഷം ഷെയർ പ്രൈസിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. കുറച്ചൊരു വൊളാറ്റിലിറ്റി വന്നു. അധികമൊന്നും ഉണ്ടായില്ല, എന്നാലും കുറച്ച്. അപ്പോൾ ഇത് അഡാനി ഗ്രൂപ്പിനെ മാനഹാനിപ്പെടുത്താനുള്ള what is the word? It's malicious and False. It's false and malicious allegations against Adani Group. എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റർ അഹമ്മദാബാദ് ക്രൈം ബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്നത് that's a job of SEBI, Securities and Exchange Board of India. അപ്പോൾ ഒരു നിക്ഷേപകൻ ഒരു കമ്പനിയിൽ പൈസ ഇട്ടിട്ട് അയാളുടെ ആ കമ്പനിയുടെ ഷെയർ പ്രൈസസിൽ വൊളാറ്റിലിറ്റി ഉണ്ടായിട്ട് അയാൾക്ക് നഷ്ടം വന്നാൽ അയാൾ പോലീസ് കംപ്ലയിൻ്റ് അല്ല കൊടുക്കേണ്ടത്, അയാൾ സെബിക്ക് കംപ്ലയിൻറ്റ് ചെയ്യണം. സെബി അതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം എങ്ങനെയാണ് ആ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ വൊളാറ്റിലിറ്റി ഉണ്ടായത് എന്നുള്ളത്. സോ ഇറ്റ്സ് ബിറ്റ്വീൻ ദം. ആൻഡ് സെക്കൻഡ് തിങ്, വി ആർ ഡൽഹി ബേസ്ഡ്. ഞങ്ങൾ ഡൽഹി ബേസ്ഡ് ആണ്. സോ ഗുജറാത്ത് പോലീസ് ഡസൻറ്റ് ഹാവ് ദ ലോക്കസ് സ്റ്റാൻഡൈ or jurisdiction to take action against us or call us for questioning in such a complaint. ഒക്ടോബർ 16-ന് എനിക്ക് വന്നു. ഒക്ടോബർ 20-ന് ഞാൻ ഒക്ടോബർ 18-ാം തീയതി ഐ മൂവ്ഡ് സുപ്രീം കോർട്ട്. ഐ ഫയൽഡ് എ പെറ്റീഷൻ. 25-ാം തീയതി ആനന്ദിനും കിട്ടി സെയിം നോട്ടീസ്. സോ ഹി ഓൾസോ മൂവ്ഡ്. The case came thrice. സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. And the complainant is an investor, a small-time investor, as he claims. Okay. Case is posted for 24th of September, and every time it comes, our lawyers ask for the court to give us protection. Gujarat police ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് എന്നുള്ള ഇൻ്ററിം പ്രൊട്ടക്ഷനാണ് ഞങ്ങൾക്കിപ്പോൾ. ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് 24 ഫെബ്രുവരിയിലാണ്. അതുവരെ ഈ പ്രൊട്ടക്ഷൻ ഉണ്ട്. അന്ന് കോടതി എന്തു പറയും നമുക്കറിയില്ല. ദിസ് ഇസ് അനദർ കോൺസിക്വൻസ്. വേറൊരു കോൺസിക്വൻസ്, ദ കോർപ്പറേറ്റ് ഗ്രൂപ്പ്സ് ദേ ഫയൽ ഡിഫമേഷൻ സ്യൂട്ട്സ്. അപ്പോൾ ഇതിൽ ഈ ഡിഫമേഷൻ സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര തമാശയുള്ളൊരു ഇതുണ്ട്. ഇത് അനിൽ അംബാനിയുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു ഡിഫൻസ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ 2011 പഴയ UPA ഗവൺമെൻറ് ഒരു ടെൻഡർ വിളിച്ചു. ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്സ് എന്ന് പറയും, LPD. അതൊരു വാർഷിപ്പ് പോലത്തെ. ആ ഷിപ്പിൽ തന്നെ ഹെലികോപ്റ്റേഴ്സ് ഇറങ്ങാം, ഹ്യൂജ് ട്രൂപ്പ് മൂവ്മെൻറ്റ്സ് നടത്താം.
ഇതില്ലേ ടാങ്ക്സൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടുപോകാം, ബാറ്റിൽ ടാങ്ക്സൊക്കെ കൊണ്ടുപോകാം. അതിൽ ആ ടെൻഡറിനെ 2015 മോദി ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് റീടെൻഡർ ചെയ്തിട്ട് അത് ഓൾമോസ്റ്റ് ഇൻസൈഡ് ഇൻഫർമേഷൻ കിട്ടി. അത് അനിൽ അംബാനിയുടെ ഡിഫൻസ് കമ്പനിക്ക് പോകുന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ ആ കമ്പനി പൊളിഞ്ഞിരിക്കുക. ആ കമ്പനി ഓൾറെഡി NCLT കിടക്കുക. അത് വൈൻഡപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ടും അതിന് പോകുന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ വെൻ വി ഗോട്ട് ദ ഇൻഫർമേഷൻ വി പബ്ലിഷ്ഡ് ഇറ്റ്. വയറിൽ പബ്ലിഷ് ചെയ്തു ഞാനന്ന്. അപ്പോൾ അനിൽ അംബാനിയുടെ ലോയേഴ്സ് വക്കീൽ നോട്ടീസ് അയച്ചു, 5000 കോടി രൂപ ഇത് മാനനഷ്ടം. ആദ്യം വക്കീൽ നോട്ടീസ് വന്നു എന്ന് പറഞ്ഞപ്പോൾ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വക്കീൽ നോട്ടീസ് പറഞ്ഞപ്പോൾ ആദ്യം പേടിച്ചു. അപ്പോൾ ഞാൻ പോയി, സിദ്ധാർത്ഥം വേണു ഉണ്ടായിരുന്നു, അവർക്കും കിട്ടിയിട്ടുണ്ട്. 5000 കോടിയിൽ അത്ര പൂജ്യം ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞു. എണ്ണി നോക്കി, ഒരു 5-6 പ്രാവശ്യം എണ്ണി നോക്കി. അപ്പോൾ 5000 കോടി രൂപ. അപ്പം മനസ്സിലായി ഇതൊരു തമാശയാണ്, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വേറൊന്നും കൂടി ഉണ്ട്, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഇത് ഗുജറാത്തിലേ ചെയ്യുള്ളൂ. ഇപ്പോൾ മാനനഷ്ടത്തിന് ക്രിമിനൽ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് ഇങ്ങനെ ഇത്ര കോടി രൂപ നഷ്ടപരിഹാരം വേണം പറയുകയാണെങ്കിൽ the complainant has to submit a certain amount to the court. ഓക്കെ, പക്ഷേ ഗുജറാത്തിലുണ്ടല്ലോ, ഗുജറാത്തിൽ ആ പരിപാടിയിൽ 70000 രൂപ കൊടുത്താൽ മതി. അവിടെ പോയിട്ട് ഇപ്പോൾ ഒരു 2 ലക്ഷം കോടി രൂപ മാനനഷ്ടം വേണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പിന്നെ റഫാലിൻ്റെ സ്റ്റോറി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 2 വന്നു. പിന്നെ അത് അനിൽ അംബാനിയുടെ അവർ തന്നെ പിൻവലിച്ചു. ഇപ്പോൾ ഉള്ളത് അഡാനിയുടെ വക, അതൊരു ക്രിമിനൽ ഡിഫമേഷൻ. അഡാനിക്കൊരു പ്രത്യേകത ഉണ്ട്. പുള്ളി മറ്റുള്ളവരൊക്കെ അഹമ്മദാബാദിലൊക്കെ മുംബൈയിലൊക്കെ കൊടുക്കുമ്പോൾ അഡാനി ഗുജറാത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ട് കൊടുക്കും. ഇപ്പോൾ ഷൈന പറഞ്ഞ പോലെ ബാംഗ്ലൂരാണ്, മുമ്പ് ഉടുപ്പിയിലായിരുന്നു ഇയാളുടെ കേസ്. ഗുജറാത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എന്തിനാണ് കൊണ്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ രാവിലെ നേരത്തെ ഓടിപ്പിടിച്ച് ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് അഹമ്മദാബാദോ അല്ലെങ്കിൽ ഏതാ നിയറസ്റ്റ് എയർപോർട്ടോ അവിടെ പോകും. അവിടുന്ന് ടാക്സി എടുത്തിട്ട് നമ്മൾ ആ കാട്ടുമുക്കിൽ പോവും, ഏതെങ്കിലും താലൂക്ക് കോർട്ടിൽ. ചിലപ്പോൾ അന്നത്തെ ദിവസം അവിടെ ജഡ്ജി വരില്ല, അല്ലെങ്കിൽ അഡാനിയുടെ വക്കീൽ വരില്ല. സോ ബേസിക്കലി ദിസ് ആർ സ്ലാബ് സ്യൂട്ട്സ്. ദിസ് ഇസ് അനദർ കോൺസിക്വൻസ്. നമുക്കൊരു ആരെങ്കിലും ഒന്ന് അത് ക്വാണ്ടിഫൈ ചെയ്യണം. ഈ മലയാളി ജേർണലിസ്റ്റുകളുടെ മൊത്തം വാല്യൂ, അതായത് എനിക്ക് തോന്നുന്നു പുള്ളി 5000 കോടി, ജോസി ജോസഫ് 2000 കോടി, ജെറ്റ് എയർവേസ്, ഒരു PR സഞ്ജയ് ഉണ്ട് ബ്ലൂംബർഗിലെ, പുള്ളിനെ value me as an accused under UAPA. I don't have to pay a penny. So I think usually in previous sessions I've noticed that audience wants to ask a lot of questions, but there's too little time all the time. So I'm breaking it in. We have 20 minutes left. We are opening this thing to audience questions. Before this is I think from the chair we have to disclose everything that we discussed here. Adani Group or any other company that we discussed, they have outrightly rejected any wrongdoings. So yeah. രവി നായർ സാറിനോടാണ്. ഒരു ഫിസിക്കൽ ഫോറൻസിക് കമ്പനിയായ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനും ബാലൻസ് ഷീറ്റ് ടിങ്കറിങ്ങുമായിരുന്നു നടത്തിയത്. അപ്പോൾ എന്നിട്ട് അവർ വളരെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കുറേ ബേസ് ഉണ്ടാക്കി. സർ, ഇത് എങ്ങനെയാണ് അത്രയും വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ അദാനി ഗ്രൂപ്പ് ബൈപ്പാസ് ചെയ്തത്? അതാണ് അറിയേണ്ടത്. സാർ, ഫിസിക്കൽ ഫോറൻസിക്സിനെ പറ്റി കുറച്ച് ഐഡിയ നൽകുന്നു. നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് 2 സൈഡ് ഉണ്ടല്ലേ, ഒരു കോയിൻ 2 സൈഡുള്ള പോലെ. ഇപ്പോൾ നമ്മൾ OCCRPയുടെ കാര്യം പറയാം. ആ റിപ്പോർട്ട് നമ്മൾ
പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ക്വസ്റ്റ്യനർ അയച്ചു എന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യനർ അയച്ചിട്ട് മൂന്നാമത്തെ ദിവസം ന്യൂസ് വയർ ഏജൻസി PTIക്ക് ഒരു മെസ്സേജ് എവിടുന്നോ ലീക്കായി കിട്ടി. OCCRP പല കോർപ്പറേറ്റ് ഗ്രൂപ്പ്സിൻ്റെയും കള്ളക്കളികൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ OCCRPക്ക് ഫണ്ടിങ് ചെയ്യണത് സോറോസ് ആണ്. ഇപ്പോൾ സോറോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ റൈറ്റ് വിങ് സപ്പോർട്ടീവ് മീഡിയ ആൻഡ് റൈറ്റ് വിങ് സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ഇപ്പോൾ റൂളിംഗ് പാർട്ടിയുടെ IT സെൽ, they create a narrative. Whenever you say something, they create a narrative. ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിൽ ഹിൻഡൻബർഗിൻ്റെ ഇതിന് വന്നതിന് ശേഷം സുപ്രീം കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ കേസിൽ സുപ്രീം കോടതി അഡാനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഇഫ് യു റീഡ് ദ റിപ്പോർട്ട് ക്ലിയർലി, ദ സുപ്രീം കോർട്ട് ഡിഡ് നോട്ട് ഗീവ് എ ക്ലീൻ ചിറ്റ് ടു അഡാനി ഗ്രൂപ്പ്. വാട്ട് ദ കോർട്ട് സെഡ്, court said the petitioners asked for a special investigation team to be formed, headed by a retired Supreme Court judge, and the investigation should be carried out by them. That's what the petitioners asked. That's what the petitioners asked for. But the court said SEBI is already doing an investigation, and out of 24 cases, they have completed 22 cases, and SEBI should complete the pending 2 cases within 3 months and submit the report. അപ്പോൾ അഡാനിക്ക് ഇപ്പോൾ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ല. മറ്റേ സെബിയുടെ ഇപ്പോഴുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് പുറത്തും വന്നിട്ടില്ല. ഒന്നും കൂടെ ഉണ്ട്, സെബി ഒരിക്കലും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് പുറത്ത് വിടാറില്ല. സാറേ, രണ്ടാമത്തെ പാർട്ട് സെഡിഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യുക, വളരെ കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഷെനേറിയോ എങ്ങനെയാണ് നടക്കുക? അത് 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 എവിടെ നടക്കും? ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ? That happens in almost all the places. ഈ എന്താ പറയുക, ഏകാധിപത്യ രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും അത് നടക്കാറുള്ളതാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടല്ല. 2019-20 കുറേ ഒരുപാട് ജേർണലിസ്റ്റുകളുടെ ഓപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സിൻ്റെ, ഈവൻ മോദി ഗവൺമെൻറ്റിനകത്ത് തന്നെയുള്ള മന്ത്രിമാരുടെയും MPസിൻ്റെയും ഫോണിൽ പെഗാസസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നൗ ഹൗ വി ക്യാൻ നോർമലി അത് ആൾക്കാർക്ക് കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ ഹൗ വി ഫൗണ്ട് ഔട്ട് പെഗാസസ് ഇൻ അവർ ഫോൺസ്, ആനന്ദ് വിൽ എക്സ്പ്ലെയിൻ യു. That was thanks to OCCRP, because they knew that we were working on some sensitive investigation. They had additional security software installed on our phones, which detected which detected Pegasus. And 2 months later, Apple notified us that there was Pegasus. So Apple, thankfully, there is a case against Apple in the US. So Apple has to notify all the Apple users if their phone has been infected. For Android, it's happy life, you never know. Before we break into the next question, ഒരു 5 മിനിറ്റ് ഐ തിങ്ക് ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ജേർണലിസ്റ്റുകൾ നിയമപ്രകാരം ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ ഒരു ലിമിറ്റഡ് പ്രൊട്ടക്ഷനേ ഉള്ളൂ. അതിൽ തന്നെ വനിതാ ജേർണലിസ്റ്റുകൾ അനുഭവിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. എല്ലാ ജേർണലിസ്റ്റുകളെയും പോലെയല്ല. ഐ തിങ്ക് ഷൈന, യു മേ വാണ്ട് ടു ആൻസർ. സ്ത്രീകൾക്ക് എപ്പോഴും ഈ സമയവും ഒക്കെ പിടിച്ചു വാങ്ങണമല്ലോ. ഇത് ഞാൻ പിടിച്ചു വാങ്ങിയ സമയമാണേ നമ്മുടെ മോഡറേറ്ററുടെ കയ്യിൽ നിന്ന്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പം ഇവർ ചെയ്യുന്ന വളരെ ഫിനോമിനൽ ആയിട്ടുള്ള ജേർണലിസം, ഇവരെ പോലെ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഇന്ത്യൻ ഭരണഘടന മറ്റ് പല രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ നിന്നും പല ഭാഗങ്ങളും അഡാപ്റ്റ് ചെയ്തിട്ടുള്ളപ്പോൾ തന്നെ ഫ്രീഡം ഓഫ് ദ പ്രസ്, ഇപ്പോൾ ജർമ്മനിയുടെ ഭരണഘടന, അങ്ങനെ പല ഭരണഘടനകളിലും ഉള്ള ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറയുന്ന പേജ് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് മറിച്ച് വിട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചർച്ചയൊക്കെ ധാരാളം നടന്നിട്ട് അത് ഉൾപ്പെടുത്താതെ പോയതാണ്. അപ്പോൾ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ജേർണലിസം ചെയ്യാനുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ഉള്ളത്
എല്ലാവർക്കുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ആനന്ദായാലും രവി ആയാലും ഞാനായാലും നിതീഷ് ആയാലും പല നിലയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരം ഹരാസ്മെൻറ്റുകളുടെയും നിത്യജീവിതം തന്നെ ദുരിതത്തിലാക്കുന്ന തരം പ്രശ്നങ്ങളുടെ ഒരു മൂല കാരണം സത്യത്തിൽ അതാണ്. ഇപ്പോൾ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ജേർണലിസ്റ്റുകളെ ബുക്ക് ചെയ്യാൻ പറ്റില്ല, എത്ര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാലും. ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ജേർണലിസം ചെയ്യുന്ന സ്ത്രീകൾ, ഫൊർഗെറ്റ് അബൌട്ട് മീ, ഇവിടെ ഇല്ലാത്ത, ഇത്തരം വേദികളിൽ വരാത്ത, എനിക്ക് പരിചയമുള്ള എൻ്റെ സഹപ്രവർത്തകരായ സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കണേ. ഒന്ന് രണ്ട് പേരുടെ പേരെടുത്ത് തന്നെ പറയാം. വൺ ഈസ് നേഹ ദീക്ഷിത്. നേഹ ദീക്ഷിത് എൻ്റെ ഫ്രണ്ടാണ്. ഷീ വാസ് മൈ കൊളീഗ് ഇൻ തെഹൽക്ക. നേഹ ചെയ്തിട്ടുള്ള ഫിനോമിനലായിട്ടുള്ള വർക്ക് ഉണ്ട്. നേഹ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തതാണ് മുസാഫർ നയർ റയട്ട്, വൺ തിങ്, ആൻഡ് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ഇൻ യു പിയിൽ നടക്കുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സിനെ കുറിച്ച്, മുസാഫർ നഗർ കലാപത്തെക്കുറിച്ച്, അതുപോലെ RSS എങ്ങനെയാണ് ചൈൽഡ് ട്രാഫിക്കിംഗ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സീരീസ് ഓഫ് സ്റ്റോറീസ് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് നേഹ. നേഹ നേരിടുന്ന സ്ലട്ട് ഷെയ്മിങ്, വി മസ്റ്റ് കോൾ ഇറ്റ് സ്ലട്ട് ഷെയ്മിങ് ആൻഡ് ത്രെറ്റ്. നേഹയുടെ അമ്മ യു പിയിൽ എവിടെയോ ആണ് ഉള്ളത്, അവരെവിടെയാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് നേഹയ്ക്ക് വരുന്ന മെസ്സേജുകൾ, അതുപോലെ നേഹയുടെ നേരെ വരുന്ന റേപ്പ് ത്രെറ്റുകൾ, എണ്ണമറ്റ തരം മെസ്സേജുകൾ, ട്രോളിങ്, റേപ്പ് ത്രെറ്റ്, സ്ലട്ട് ഷെയ്മിങ്, ഇത് കൂടെയാണ് ഓരോ വനിതാ ജേർണലിസ്റ്റും കടന്നു പോകുന്നത്. മറ്റൊരു ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാണ്. എനിക്ക് പരിചയമുള്ള മറ്റൊരു ജേർണലിസ്റ്റ്, നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. ഹെർ നെയിം ഈസ് റേച്ചൽ ചിത്ര. റേച്ചൽ ഹാഡ് ഡൺ a series of investigative stories, and the first story was about PM Care Fund. PM Care ഫണ്ടിനെ കുറിച്ച് ഒരു പക്ഷേ ഇന്ത്യയിൽ വന്ന ഓൾമോസ്റ്റ് ആദ്യത്തെ സ്റ്റോറി റേച്ചലിൻ്റെതാണ്. റേച്ചൽ ആക്ച്വലി ഡിഡ് നത്തിങ്. റേച്ചൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മറ്റും വരുന്ന പ്രസ് റിലീസസ്, അവരുടെയൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് പ്രസ് റിലീസസ് മാത്രം സ്കാൻ ചെയ്ത് PM കെയർ ഫണ്ടിലേക്ക് എത്ര കോടി രൂപ പോയിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതായത് ഓരോരുത്തരും PM കെയർ ഫണ്ടിലേക്ക് പൈസ കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇത്ര രൂപ കൊടുത്തു എന്ന് പ്രസ് റിലീസ് ഇറക്കുമല്ലോ, ആ പ്രസ് റിലീസുകൾ മാത്രം സ്കാൻ ചെയ്ത് ഷീ ഫൗണ്ട് ദാറ്റ് സം $1,800 billion ഓർ സംതിങ്, എ ബിഗ് എമൗണ്ട്. ആ സ്റ്റോറി വന്നു. ആഫ്റ്റർ ദാറ്റ് ട്വിറ്ററിലൊക്കെ വന്നിട്ടുള്ള അതിഭീകരമായ അറ്റാക്കാണ് ഈ റൈറ്റ് വിങ് ഐഡികളുടെ ഭാഗത്ത് നിന്ന്, ഭീകരമായ അറ്റാക്കാണ്. ആഫ്റ്റർ ദാറ്റ് ഷീ ഡിഡ് എ സ്റ്റോറി അബൌട്ട് ഹേറ്റ് ക്രൈംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഹേറ്റ് ക്രൈംസിനെ കുറിച്ച്. അത് റോയിട്ടേഴ്സിൻ്റെ ഫെലോഷിപ്പോട് കൂടി ചെയ്തൊരു സ്റ്റോറിയായിരുന്നു. ആ സ്റ്റോറി ചെയ്തതിനെ തുടർന്ന് അവർ ഫോബ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഷീ വാസ് ദ ഏഷ്യ കറസ്പോണ്ടൻറ്റ് ഓഫ് ഫോബ്സ്. ഷീ ലോസ്റ്റ് ഹെർ ജോബ്. ഫോബ്സ് സാക്ട് ഹെർ. റോയിട്ടേഴ്സ് സ്റ്റുഡ് ബൈ ഹെർ. റോയിട്ടേഴ്സ് ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തു. റോയിട്ടേഴ്സ് അവരുടെ കൂടെ നിന്നു. ബട്ട് സ്റ്റിൽ she was sacked and she couldn't live in India because of the kind of rape threat. She was a single mother, she was a divorcee. ഇങ്ങനെയൊക്കെയുള്ള പല ലെയേഴ്സ് ഉണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്കെതിരെ വന്നിട്ടുള്ള, എൻ്റെ ഫ്രണ്ട് കൂടി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇത് പറയാൻ പറ്റും, അവർക്കെതിരെ വന്നിട്ടുള്ള ഷീ ലുക്സ് ലൈക്ക് ഷീസ് എ ദളിത് എന്ന ഒരു ആരോപണം. ഷീ ഈസ് നോട്ട് ആക്ച്വലി എ ദളിത്, പക്ഷെ ദളിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഹെർ ലുക്സ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള എന്താ പറയുക, ഹരാസ്മെൻറ്റ്. കുട്ടിയെ, ഒറ്റയ്ക്കൊരു കുട്ടിയെ വളർത്തുന്ന ഒരു സ്ത്രീയാണ്. ഈ കുട്ടിയെ പോലും അപകടപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഭീഷണികൾ. നൗ ഷീ ഈസ് നോട്ട് ഇൻ ഇന്ത്യ, ഷീ ഈസ് ലീവിങ് ഇന്ത്യ. നെക്സ്റ്റ് മന്ത് ഷീ ഈസ് ഗോയിങ്. ഇപ്പോൾ അവർ പോകുന്ന രാജ്യം എങ്ങോട്ടാണെന്ന് പോലും ഞാനിവിടെ പറയുന്നില്ല, അവർക്കൂടെ ജീവിക്കാൻ പറ്റില്ല. സോ ഷീ ഈസ് ലീവിങ്. സോ ഇതുകൂടി പറയണം ഈ വേദിയിൽ എന്നുള്ളത് കൊണ്ട് ഞാൻ പിടിച്ചു വാങ്ങിയ സമയമാണിത്. താങ്ക് യു. ഓഡിയൻസ് ക്വസ്റ്റ്യൻസ്. ഇത്തരമൊരു അന്വേഷണം നടത്തിയതിന് രവി നായർക്കും സുഹൃത്തിനും അഭിനന്ദനങ്ങൾ. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. താങ്കൾക്കിപ്പം 5000 കോടി രൂപയുടെ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കോടതി വന്നിട്ടുണ്ട്. എൻ്റെ സംശയം, ഒരു ചോദ്യം കൂടെയാണ്, താങ്കൾക്ക് മറ്റു തരത്തിലുള്ള മറ്റ് ഭീഷണികളും ഭരണകൂടത്തിൽ നിന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? 5000 കോടി രൂപ ചോദിച്ചിട്ടുള്ള മാനനഷ്ടം വന്നത് അത് മുമ്പായിരുന്നു. അത് 2019 2018 അവസാനം 2019 അത് ആ ഗ്രൂപ്പ് തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ കേസ് പിൻവലിച്ചു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആ കേസ് അവർ തന്നെ പിൻവലിച്ചു. ഞങ്ങൾ 2-3 തവണ കോടതിയിലൊക്കെ പോയി. അതിന് മേലെ ആ കേസ് പോയില്ല.
ബേസിക്കലി ഇങ്ങനത്തെ കേസുകളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയവും പൈസയും വേസ്റ്റ് ആക്കിയിട്ട് ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലത്ത് പോവുക. ചിലപ്പോൾ കേസ് രാവിലെ നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം മുമ്പേ പോയിട്ട് ഹോട്ടലിൽ താമസിക്കും. സോ ആൻഡ് വി എൻഡ് അപ്പ് സ്പെൻഡിങ് മണി. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വരുമാനം ഉണ്ടാവില്ല, നമുക്ക് സപ്പോർട്ട് ഉണ്ടാവാൻ അധികാരം ഉണ്ടാവില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള വെൽ വിഷേഴ്സൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്. ഞാനൊരിക്കൽ ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് ബുദ്ധിമുട്ടായിട്ട് എനിക്കൊന്നും കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡിഡ് ഡൂയിങ് എ ക്രൗഡ് ഫണ്ടിങ്. സോ അങ്ങനെ അവസ്ഥ വരും. സോ ദാറ്റ് ഈസ് വാട്ട് ദേ ഇൻറ്റൻറ്റ്. അവരുടെ ഉദ്ദേശം അതാണ്. അത് നമ്മളെ ഈ പാലക്കാടൻ സ്റ്റൈലിൽ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനേ അറിയുള്ളൂ. ഈ പഴിയെടുത്ത് മതിയാക്കുക എന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് അവസാനം മതിയെന്നാവും. അപ്പോൾ വിട്ടുപോകും. അത് അവരുടെ ഉദ്ദേശം അതാണ്. അപ്പോൾ അതല്ലാണ്ട് ഈ അതിന് ശേഷം പിന്നെ അഡാനി ഗ്രൂപ്പ് ഒരു കേസ് ഫയൽ ചെയ്തു. ഗാന്ധിനഗറിൽ നിന്ന് കുറേ ദൂരം പോയിട്ട് ഉള്ളിലൊരു ഗാവുണ്ട്, വില്ലേജ് ഉണ്ട്, മാൻസ. അവിടെ ഒരു താലൂക്ക് കോർട്ടുണ്ട്. ആ താലൂക്ക് കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്തു. ഈ കേസ് ഭയങ്കര രസമാണ്. ഒരു ദിവസം വൈകുന്നേരം എൻ്റെ വീട്ടിൽ 2 പോലീസുകാർ വന്നു. ഡൽഹി പോലീസിൻ്റെ വാറൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ പോലീസ് വരുന്നത്. വക്കീൽ നോട്ടീസ് 2-3 വന്നു കഴിഞ്ഞപ്പോൾ ഡിഫമേഷൻ്റെയൊക്കെ അത് പരിചയമായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോശം പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വാറണ്ട് അറസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും ഞങ്ങൾക്ക്. ഞാൻ ചോദിച്ചു എന്തിൻ്റെ? അപ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. ചായ കൊടുത്തു. വൈഫുണ്ടായിരുന്നു, ഭയങ്കര പേടിച്ചു. ഷീ വാസ് സോ സ്കെയർഡ് ദെൻ. അപ്പോൾ ഞാൻ ഉടനെ പ്രശാന്ത് ഭൂഷണെ വിളിച്ചു ഫോൺ എടുത്തിട്ട്. അപ്പോൾ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു he doesn't look for the criminal law side, he is more into constitutional law. അപ്പോൾ പുള്ളി എനിക്കൊരു നമ്പർ തന്നു. എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നീ വിളിക്കണ്ട, ഞാൻ വിളിച്ച് പറയാം, ഇപ്പോൾ അയാൾ നിന്നെ വിളിക്കുന്നു. അപ്പോൾ വക്കീലിൻ്റെ ഫോൺ വന്നു. വക്കീൽ പറഞ്ഞു ഫോൺ കൊടുക്കാൻ. ഒരു SIയും കൂടെ ഒരു പോലീസുകാരനായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു എന്താന്ന്. ആ വക്കീൽ പറഞ്ഞപ്പോഴേ അവരെനിക്ക് സമൻസിൻ്റെ കോപ്പി തന്നുള്ളൂ, വാറൻറ്റിൻ്റെ കോപ്പി തന്നുള്ളൂ. ഗുജറാത്തിലെ കോടതി 2021 മുതൽ എനിക്ക് സമൻസ് അയച്ചുകൊണ്ടിരിക്കുക വേറെ ഏതോ അഡ്രസ്സിലേക്ക്. എനിക്കൊരിക്കലും സമൻസ് വന്നില്ല. 2001 കൊല്ലമായി കഴിഞ്ഞപ്പോൾ കോടതിക്ക് തോന്നി ഇവൻ സമൻസ് കൈപ്പറ്റുന്നില്ല, അപ്പോൾ വാറൻറ്റ് ഇറക്കിയതാണ്. ബട്ട് ഐ നെവർ ഗോട്ട് എനി സമൻസ്. എനിക്ക് ഒരിക്കൽ പോലും ഒരു സമൻസ് പോലും വന്നില്ല. ഞാൻ മുമ്പ് എപ്പോഴോ താമസിച്ചിട്ടുണ്ടായിരുന്ന ഏതൊരു വീടിൻ്റെ അഡ്രസ്സ് പേരത്തിൽ അവിടേക്ക് അയച്ചു. പിന്നെ അവിടെ പോയി. അപ്പോഴാണ് പെറ്റീഷൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കിട്ടിയത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ട് പല പബ്ലിക്കേഷനിലും പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസ് ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാച്ച് ആയിട്ടുള്ള ലൈൻസ് കോട്ട് ചെയ്തിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പലതവണയായിട്ട്. അപ്പോൾ ദേ കമ്പൈൽഡ് അറൌണ്ട് 26 tweets ഓഫ് മൈൻ. ഐ ആം ആക്റ്റീവ് ഓൺ ട്വിറ്റർ. സോ അങ്ങനത്തെ ഒരു 26 ട്വീറ്റ് അവർ കമ്പൈൽ ചെയ്തു. ഇതിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ആർട്ടിക്കിൾസ് ഉണ്ട്, ലൈവ് മിൻറ്റിൻ്റെ ഉണ്ട്, ഹിന്ദു ബിസിനസ് ലൈൻ്റെ ഉണ്ട്, ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഉണ്ട്, ഇക്കണോമിക് ടൈംസിൻ്റെ ഉണ്ട്, ദ ഗാർഡിയൻ ഉണ്ട്, സിഡ്നി മോർണിംഗ് ഹെറാൾഡ്, സിലോൺ ഹെറാൾഡ് കൊളംബോ, ദ ഫിനാൻഷ്യൽ ടൈംസ്. ഇങ്ങനെ ഇപ്പോൾ പലപ്പോഴും മുമ്പ് ട്വിറ്ററിനൊരു ഇതുണ്ടായിരുന്നു, വേർഡ് ഇത്രയും ക്യാരക്ടേഴ്സ് ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കോട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ സെൻറ്റൻസ് പാരാഫ്രൈസ് ചെയ്യും. വിൽ പാരാഫ്രൈസ് ഇറ്റ് without losing the content and the meaning. And but we won't add anything from our side. അങ്ങനത്തെ ഒരു 26 ട്വീറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ആർട്ടിക്കിൾസിൻ്റെ the links to the articles are already there on those tweets. So Adani didn't feel those articles are defamatory. Adani felt Ravi Nair tweeting those articles are defamatory to the group. So and it's very funny. The couple of guys who filed the case, they said to the court, day before the hearing was there, now it'll come in 3rd week of February, it's postponed. These 2 guys were traveling through that village, that Mansa village in Gandhinagar. So when they reached there, they took a break, they opened their laptop and they saw Ravi Nair's 26 tweets, which was tweeted between 2018 to 2021.
And they saw it in one go, in a small break, while traveling through Mansa, and they filed a case. Case is still going on. എൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പം സെബി സോൾഡ് റെഗുലേറ്റർ ആണെന്ന് ധനി കേസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് ആസ് എ ജേർണലിസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടോ? ആ ഒരു സോൾഡ് റെഗുലേറ്റർ SOU അതിലാണ് ഞാൻ കുറച്ച് വറീഡായിട്ട് ചോദിക്കുന്നത്. SEBI is a quasi-judicial body. SEBI has powers, certain powers, but those powers are limited. But normally, if we are speaking about SEBI, the Supreme Court order on the SEBI's investigation right now, out of the 24 cases, SEBI already completed 22. We don't know what happened to that. But let me tell you another thing. When SEBI is investigating the Adani Group since October 2020, how can the SEBI chairman, the SEBI chairperson, Mrs. Madhabi Puri Butch, host Mr. Gautam Adani at SEBI? Not once but twice last year, in 2022. So isn't it a conflict of interest? So when such a body is investigating, the financial crimes conducted by a corporate group, you tell me, do you really expect something meaningful coming out of it? That's it. Now, Supreme Court appointed an expert committee to investigate the allegation into the Hindenburg research and what SEBI is doing. So the 6-member panel, they took opinions from SEBI. They asked questions to SEBI. In their report, that 6-member Supreme Court appointed panel's report submitted to the Supreme Court clearly states SEBI hit a dead end, a wall. The reason is that SEBI doesn't have the powers to get the documents from other jurisdictions like Mauritius. And in that, their names. SEBI sent questions and requests to Bahamas, British Virgin Islands, Curacao, some other Caribbean, some Caribbean nations, some other Caribbean nations, and Anguilla, St. Kitts, something like that. None of them cooperated. They didn't even respond. SEBI went to CBDT, Central Board of Direct Taxes. SEBI went to Enforcement Directorate, and SEBI went to IT. And SEBI told CBDT that this is a PMLA. PMLA sections can be put into it because this is money laundering. And this is what we suspect. Then the money round-tripped, taken out of India, round-tripped, came back to India and into Adani's own securities. So this is what's happening. So that is SEBI's doubt. Now SEBI asked CBDT to investigate. CBDT said, without you giving a formal complaint to us, we can't investigate. If you have to give a complaint to us, SEBI and ED both said the same thing. If you have to give a complaint to us, you have to give us actionable intelligence. So now the Supreme Court appointed committee panel says this is a chicken and egg situation. SEBI is under Finance Ministry. ED is under the Ministry of Finance. CBDT is under Ministry of Finance. So one arm sought the help from the other two, and they refused. Now, if you ask me personally, I don't think something coming out of this investigation. I personally don't believe. This is my personal opinion, not professional. This is not my personal opinion. Hello. Yes. Thank you, all the panelists who have explained this in very detail. I just want to ask one question. You were all talking about the complexities of the
reports that you have done, and your own team has taken around 30 to 90 days to understand the complexity of the issue. We know how the general public can, how complex it is. Pure LLB holders who are sitting in the apex court of India, Supreme Court, they have n number of things to do otherwise, including their busy schedules in Saturdays and Sundays. How are they perceiving these things, complex things? Because they are purely relying on the reports of the statutory authorities like SEBI or whoever, who were not able to bring out things according to their own statutory duty. They failed. That is why you are here. They failed. And thereafter, you brought out all these issues. Now our Supreme Court is telling us that we cannot rely on media reports to investigate. This was the last sentence came from Supreme Court last week. So they cannot rely on media reports. They cannot rely on the SEBI reports because SEBI is not getting help from the other people and SEBI is not doing anything. So how do you think that these judges, these pure LLB holders can understand these things? How far they can understand? Without them understanding it, where we are? Modi hai to mumkin hai. I think with that we can conclude. The one thing that's very good about KLF, സമയത്തിന് നിർത്തും. നമ്മൾ actually ഒരു 2 minute extra എടുത്തു പോയി. So I think, and they'll be around. If you have more questions, you can ask on the sidelines. But it's been a great question answer session. I think the crowd has been really great. Thank you all.